ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയല്ലേ? എല്ലാവർക്കും ഈ ഒരു നല്ല ഞായറാഴ്ച ദിനം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ നമ്മുടെ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. അല്പം പോത്തിറച്ചി കൂട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് ഞായറാഴ്ച ആവില്ല. അപ്പോൾ നമുക്കിന്നൊരു കാര്യം ചെയ്യാം. പോത്തും കപ്പയും, അവർക്ക് ഇഷ്ടപ്പെട്ട പോത്തും കപ്പയും നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം 1 കിലോത്തോളമുള്ള നമ്മുടെ ബീഫ് ഉണ്ട്. അതിൽ നമ്മൾ ഇട്ട് വയ്ക്കുന്ന നമ്മുടെ കപ്പ കഴുകിയോടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചേർക്കേണ്ട ചേരുവകളാണ് നമ്മുടെ സബോള, ഏകദേശം 1.5 സബോളയുണ്ട്. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരനായ നമ്മുടെ ഈ പച്ചമുളക്. കൂടാതെ ഇതിൽ ചേർക്കേണ്ടത് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും നമ്മളൊന്ന് പറയുന്നത് മാത്രം. ഉപ്പ് ഏറ്റവും പ്രിയപ്പെട്ടവനായി, ഇവനില്ലെങ്കിൽ നമ്മുടെ കറി പാളിപ്പോവും. പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന നമ്മുടെ പച്ച വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇതിൽ ചേർക്കാം. ഇതിലാദ്യം തന്നെ ഇത് ചേർത്തിട്ട് നമ്മൾ ഈ ചേരുവകളെല്ലാം ചേർത്ത് ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് ശേഷം നമുക്ക് പാചകം ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ചേർക്കാം. ഇതിൽ അല്പം സബോള, ഇഞ്ചിയും, നമ്മുടെ പച്ചമുളക്, പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മുടെ നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ കറിവേപ്പിലയില്ലേ, അവനെ അല്പം അങ്ങോട്ട് ചേർക്കാം. അല്പം കൂടിയെന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല, ചേർക്കാം. കൂടാതെ നമ്മൾക്ക് ഇതിൽ 10 മിനിറ്റ് തിരുമ്പി വെക്കില്ല. അപ്പം നമ്മൾ അല്പം ഗരം മസാലയും കൂടി ചേർത്ത് വെക്കുമ്പോൾ അല്പം കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിൽ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് നന്നായി അങ്ങോട്ട് തിരുമ്പി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇവനോട് പൊത്തി വയ്ക്കുക. 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ തിരുമ്പി വെച്ചിട്ടില്ലേ ഇവന്. ഇതിനെ നമുക്ക് ഇനി അടുപ്പത്തേക്ക് കയറ്റാം. ഉണ്ടാ ഇപ്പം ഏകദേശം ഇതിൽ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാത്. ഇതിലിപ്പോൾ വലിയ പുതുമയൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, എല്ലാ അമ്മമാരും എല്ലാ മക്കളും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ഇപ്പം നമ്മുടെ 5 വിസിൽ നമ്മളിവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ വിസിൽ നമ്മൾ ശരിക്കും വെച്ചു. പിന്നെ തീ കുറച്ചിട്ടിട്ടാണ് 4 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടായിരിക്കേണ്ടതാണ്. നമുക്കൊന്ന് നോക്കാം. എയറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ബീഫിൻ്റെ കൂട്ടുകാരോട് ഇരിക്കണ്ടല്ലോ, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കപ്പയില്ലേ, ആ കപ്പ നമ്മൾക്ക് ഈ ബീഫിലേക്ക് ഇടാം. വെളുത്തുള്ളി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ മല്ലിപ്പൊടി ഒന്ന് പാകാവട്ടെ. ഈ മല്ലിപ്പൊടി ഒന്ന് പാകാകുമ്പോൾ നല്ലൊരു മണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടു, മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ചേർക്കുക. ഗരം മസാലയായി. ഇനി നമ്മൾക്ക് അല്പം കുത്തുമുളക് ചേർക്കാം. അപ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും.
ഓക്കെ, ഇതിൽ ഇച്ചിരി വേപ്പിലയും കൂടി ചേർക്കാം. അപ്പം എല്ലാ ചേരുവകളും എല്ലാം പാകമായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ ഈ പച്ചമുളകില്ലേ ഇവനെ അങ്ങോട്ട് ചേർക്കുക. അധികം ഇവനെ അല്പം കളറ് മാത്രം മാറിയാൽ മതി. അത് നമ്മുടെ കറിക്ക് അല്പം ടേസ്റ്റ് കൂട്ടും കേട്ടോ. ഒന്ന് വാടിയാൽ മതി ആ പച്ചമുളക്. ഓക്കെ, ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. കട്ട് ചെയ്തോ. ഇപ്പം എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമ്മളുടെ ബീഫിനെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇടാം. ഇവിടെ ഞങ്ങൾ 2 പേര് ഇവിടെ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കും ഇത്രയുള്ള കറിയാണ് നമ്മൾ പാകാക്കി എടുക്കുന്നത്. കറിവെപ്പ് കഴിഞ്ഞു. ഇനി ഞങ്ങളത് കഴിക്കാൻ പോവാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കും കൂടി തരണമെന്ന്, പക്ഷെ നടക്കില്ലല്ലോ. ഇനിയൊരു സുപ്രഭാതത്തിലാവാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. എന്നാൽ ഞങ്ങൾ ഇനിയും വരും. ഒരു ഗുഡ് ബൈ അടിച്ചാലോ? ഗുഡ് ബൈ.